ചാനൽ എല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ. നല്ല വ്യൂവേഴ്സ് ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദാറ്റ് ഗൈസ്. എത്ര എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ നോക്കാൻ പറഞ്ഞു. ഇപ്പം നോക്കിയപ്പോൾ ലാസ്റ്റ് വീഡിയോക്ക് 725 ആയിട്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ 6-10 വീഡിയോക്കാറ്റം നല്ല വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്, ബട്ട് ഐ ആം വിത്ത് മൈ ഫ്രണ്ട്. നിങ്ങൾ വിചാരിക്കും അതാരാ ആ ഒരു ഫ്രണ്ട് മൾട്ടിപ്ലെയർ ആണോ? മൾട്ടിപ്ലെയർ അല്ല, സിംഗിൾ പ്ലെയർ ആണ്. പക്ഷേ ഐ ആം വിത്ത് മൈ ഫ്രണ്ട്. ആ ഫ്രണ്ടിൻ്റെ പേരാണ് ഹീറോബ്രെയിൻ. എൻ്റെ കയ്യിലുള്ള ഫുൾ ഹീറോബ്രെയിൻ്റെ മോഡ് ഞാൻ കുത്തി അടച്ചിട്ടുണ്ട്. എന്തോ പറ്റാന്ന് എനിക്കറിയില്ല. എപ്പോൾ വണ്ടിക്ക് ഞാൻ ചാകാം, എപ്പോൾ വണ്ടിക്ക് ഞാൻ റാൻഡമായിട്ടുള്ള കാര്യം സംഭവിക്കാം. ഞാൻ വണ്ടിക്ക് ഹീറോബ്രെയിനെ കാണാം. ഐ ഡോണ്ട് നോ ബ്രോ. That's not cool at all. എന്ത് സംഭവിക്കും? റാൻഡമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊല്ലാം, എന്ത് സംഭവിക്കാം? സ്റ്റോണ് ഷെയ്ഡ് പോയി ഞാൻ ഹീറോബ്രെയിനാണോ നോക്കുകയാണ്. ഓക്കെ, ഇത്ര സ്റ്റോൺസാണ് നമുക്ക് വേണ്ടത്. ഇതായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോണിൻ്റെ ഹോ ഒഴിച്ച് ബാക്കി എല്ലാ ടൂൾസും ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫർണേസും ഉണ്ടാക്കാം. Furnace. Let's arrange the soul. Leather coat, so bro, that pig is cursed, bro. Please ini സംഭവിക്കില്ല, please. ഇതാണ് പ്രശ്നം. ഞാൻ എന്തായിട്ട് മരിച്ചെന്ന് കേസ്ഡ് കവ്വാണോ എന്നെ കൊന്നേ? ഓല കവ് തന്നെ എന്നെ കൊന്നേ. ഓടിക്കൂ. ആ കവുക്കുന്നാടാ എൻ്റെ ടൂൾസ്. അതിൻ്റെ ടൂൾസ് ഇപ്പം തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട, അതിനടുക്ക് സമ്മതിക്കൂല. അതിനെ ഓടിക്കളിയുന്നുണ്ട്. അപ്പോഴും പോടാ ബ്രോ. പിന്നെ ഒരു അത് നിന്റെ പെറ്റായിരുന്നു എനിക്കറിയില്ലായിരുന്നു.
സോറി, ഞാൻ ഇപ്പോൾ അത് കളക്ട് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് ഗുഡ് ബൈ, സീ യു ലേറ്റർ. ഐ വാണ്ട് യു ബ്രോ. ഞാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ സാറില്ല. ചില കൗസ് അറ്റാക്ക് ചെയ്യും, ചില കൗസ് അറ്റാക്ക് ചെയ്യും. എനിക്ക് അറ്റാക്ക് ചെയ്യുന്ന കഴിവാണെങ്കിൽ എന്നെ കൊല്ലുകയും ചെയ്യും. പക്ഷെ ഇത് കുഴപ്പമില്ല. ഒരു കൗ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നോട്ടീസ് ചെയ്യുന്നത്. കണ്ണുള്ളവർ ഒന്നിക്കൽ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്തത്. മാത്രമാണ് എഫക്റ്റുള്ളത്. എനിക്കറിയില്ല. ഒരു പിഗ്ഗിനും ഉണ്ടെങ്കിൽ കോഴിക്കൊണ്ടെന്ന് എനിക്കറിയാം. ഒരു ഷീപ്പിന് കുഴപ്പമില്ലല്ലോ. ഷീപ്പിന് കുഴപ്പമില്ല. നമുക്ക് ഒരു വോൾ, ഞാൻ വെച്ചിരിക്കും കുറെ വോൾ കിട്ടിയത്. ഫിഷസിന് വരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ട് അറ്റാക്ക് വരും. നമ്മൾ വെറുതെ ഇങ്ങനെ ഫിഷസ് അറ്റാക്ക് വരുന്നത്. ജസ്റ്റ് റൺ ഫ്രം ദ കൗവിന് എത്ര ഹെൽത്ത് ഉണ്ടായിരുന്നു ഞാൻ എടുക്കുന്നില്ല. ഈ മലമണ്ടക്കൊരു കൗണ്ട് അങ്ങനെ ബെഡായി. നോട്ട് സ്ലീപ്പ് ചലഞ്ച് ചെയ്യണം. എനിക്കറിയാലേ ഹീറോ എത്ര ഹീറോ ബ്രെയിൻ്റെ മോഡൽ ഞാൻ ആഡ് ചെയ്തേ. അതുകൊണ്ട് നോട്ട് ടു സ്ലീപ്പ് ചലഞ്ച് ചെയ്യണ്ട. അവരൊക്കെ പ്രശ്നമല്ല. സോ വി കൻ ജസ്റ്റ് കിൽ ഹിം. ആദ്യത്തെ ഒരു തികും പ്രശ്നമാണ്. പോയിട്ടുള്ള കാര്യമില്ല. നെതർ ക്വാർട്ടാണ്. എന്തായിരുന്നു സാധനം? ഇങ്ങനത്തെ സാധനം എന്നോട് എപ്പോഴും സ്പ്രിന്റ് ജമ്പ് മാറുന്നു. റോബ്ലോക്സിലൊരു പ്രോ ആയതുകൊണ്ട് വാൾ ജമ്പ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഒഴിഞ്ഞു പോവാൻ ഒന്നും പറയില്ല. ഒന്നും ഓക്കെ. വേറെ അതിനുശേഷം വാൾ ജമ്പ് എനിക്ക് കുഴപ്പമുണ്ടാവും. Oh, my favorite biome.
ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ മരിച്ചത്. ഏറ്റവും കൂടുതൽ മരിച്ചത് ഇവിടെയാണ്. കാരണം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും നൈറ്റ് ആകും. നൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ വല്ല ഫുൾ ഡാമേജ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് നമ്മളെ ബെഡുണ്ട്. ചാർജും ഇല്ല എൻ്റെ. ഇത് വേഗം തീർക്കണം. ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആകുമോ, ഒരു 4 മിനിറ്റുള്ള വീഡിയോ ആകുമോ അറിയില്ല. ഈ ചെറിയ ബോസ് എത്തുമ്പോഴത്തേക്കും ഒരു സമയം പോലും വെച്ചാൽ നമ്മൾ അപ്പം ഉറങ്ങിക്കോളും. കാരണം ഇത് കുറവുകയും ചെയ്യാം. അങ്ങനെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ചെറിയ ബ്ലോസിലേക്ക് വില്ലേജ് ഇട്ടുണ്ടെങ്കിൽ എന്ത് സുഖമായിരിക്കും. ഞാൻ അവിടെ അപ്പം അങ്ങ് സെറ്റിലാകും. കാരണം ഫുള്ള് വുഡാണ്. കൂടെ ഡെക്കറേഷൻ ഐറ്റംസ് കുറേ ഉണ്ട്. ബീകളുണ്ട്. പിന്നെ ഒരു ഇങ്ങനത്തെ കവുള്ള മ്യൂട്ടേറ്റഡ് അറ്റാക്കിങ് പിഗ്. പ്ലീസ് വേഗം ആകെ എനിക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഒരു റെസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്തേക്കാം. എവിടെന്നെങ്കിലും